എടാ ആ കാറാ നമ്മളെ പറ്റിച്ചതാ. എന്തേ? ഒരമ്മോട് കാറുമ്പോ 4 എയർ ബാഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2 എയർ ബാഗ് ഉള്ളൂ. അതെങ്ങനെ എനിക്ക് മനസ്സിലായേ? ഈ വണ്ടി അട്ടിച്ചോ? അത് ഞാനില്ല, റിവേഴ്സ് എടുത്തപ്പോ ബ്രേക്ക് ആണ് എഴുതി ആക്സിലേറ്റർ ചവിട്ടിയത്. ആഴ്ചമ്പോ തന്നെ മതിലും പൊളിഞ്ഞാടി. ഈ എന്റെ ഫ്രണ്ട്സും പോയിട്ട് ആ വണ്ടി ഒന്നും എടുത്തോണ്ടോ? അയ്യടാ, ഇന്നെക്കോട്ടാവില്ല. പണങ്ങി നന്നാക്കി എടുത്തോ, അല്ലെങ്കിൽ എനിക്ക് പുതിയ വണ്ടി വാങ്ങി തരാൻ പറഞ്ഞിക്കണ്. നമ്മോട് നോക്കാൻ പോവാൻ പറഞ്ഞു. അളിയൻ ഏതാ ഭാഗ്യം. എടി, ഇതാണ് അളിയൻ പറഞ്ഞ വണ്ടി. അനക്ക് ഇഷ്ടായോ? എനിക്കിഷ്ടായി. ഇനി ഏതായാലും എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോ ധൈര്യമായിട്ട് പോരാ. എന്താ? ഇതിന് 6 എയർ ബാഗ് ഉണ്ട്. 6 എയർ ബാഗോ? ഡ്രൈവർക്കൊന്ന്, ഇവിടെ ഇരിക്കണക്കൊന്ന്, ബാക്കിൽ 2 അപ്പൊ ബാക്കി 2 ബാക്കി 2 കറക്റ്റ് എയർ ബാഗ് ആണ്. അയ്യവാ, കൊള്ളാലോ. ഇനി ഏതായാലും എനിക്ക് റിവേഴ്സ് എടുത്ത് മതിൽ പൊളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. കാരണം റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട്. അത് ബ്രേക്ക് മാറി ആക്സിഡന്റ് ചവിട്ടിയോണ്ട് ജസ്റ്റ് സംഭവിച്ചു. അത് ഇങ്ങനെ പറയാൻ നടക്കണ്ട. അല്ല, ഈ വണ്ടിക്ക് മാത്രമുള്ള 6 എയർ ബാഗ്? അല്ലല്ല, ഇപ്പൊ ഇറങ്ങുന്ന മാരുതിന്റെ മിക്ക വണ്ടികൾക്കും 6 എയർ ബാഗ് വരുന്നുണ്ട്. അപ്പൊ ഇനി സേഫ് ആണല്ലേ? മാരുതിന്റെ വണ്ടി പണ്ടേ സേഫാ, ഇപ്പൊ ഡബിൾ സേഫ് ആക്കും ചെയ്ത്. അത് മാത്രല്ലടി, മാരുതി അറിയുന്ന സേഫ്റ്റി ഷീൽഡ് ഒക്കെ പക്കയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഈ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് ഇതന്നെ അങ്ങോട്ട് എടുക്കാം. ഗൈസ്, നിങ്ങളൊരു കാർ നോക്കുന്നുണ്ടെങ്കിൽ സേഫ്റ്റിന്റെ കാര്യത്തിൽ എപ്പോഴും ബെസ്റ്റ് മാരുതി തന്നെയാണ്.